ശ്രീമതി യസ്മിനി, ഇവിടെ എന്താണ് വിളപ്പിൽശാല ഒരു സമര മുന്നേറ്റം, അതിൽ സർക്കാരിനെ മുട്ടുകുത്തിച്ച സമര വിജയം, ജിഷ്ണുപ്രാണയുടെ അമ്മ മഹിജ സമരത്തിനായി വരുന്നു, അവർക്ക് പിന്തുണ ജയിലിലേക്ക് പോവൽ. അപ്പോൾ ഈ മിനിയോട് ഈ ഹർഷകുമാറിനൊക്കെ ഇത്രമാത്രം വല്ലാത്ത വൃത്തികേട് പറയാൻ, ദേഷ്യം തോന്നാൻ അതിന് മുൻകാല കാരണങ്ങൾ പലതുണ്ട്. അതുകൊണ്ട് ഇത് കേട്ട് തളരണ്ട യസ്മിനി. ഒരു തളർച്ചയുമില്ല. ഇവിടെ ശ്രീ ഹർഷകുമാർ പറഞ്ഞ അഭിപ്രായം അത് അദ്ദേഹം കേരളത്തിലെ 26,000 ആശമാരോടും കേരളത്തിലെ മുഴുവൻ സ്ത്രീകളോടും പറഞ്ഞൊരു അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ കരുതുന്നുള്ളൂ. ഇതാണ് അവരുടെ സ്ത്രീപക്ഷ നിലപാടെന്ന് പറയുന്നത്. ഇവിടെ വനിതാ മതിൽ കെട്ടും, വനിതാ ജംഗ്ഷൻ നടത്തും, അർദ്ധരാത്രിയിൽ 500 പേരുമായിട്ട് വനിതകൾക്ക് സംരക്ഷണം ഒരുക്കിയുള്ള നടത്തും. പക്ഷേ എന്നിട്ട് ഇവിടെ സ്ത്രീകളെ അധിക്ഷേപിക്കും. ഇത് ആദ്യമായിട്ടല്ല, ഇത് പലപ്പോഴും നടത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ അത് പൊതുസമൂഹത്തിൽ അത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അത്രമാത്രം അവരുടെ സംസ്കാരം അവർ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിനകത്ത് അതിശയപരമായിട്ടൊന്നുമില്ല. ഇത് എന്നോട് നടത്തിയെന്നുള്ളതല്ല, ഇവിടെ ആര് സർക്കാരിനെതിരെ അല്ലെങ്കിൽ അവരുടെ ന്യായമായ ഡിമാൻഡുകൾ ഉന്നയിച്ച് പ്രക്ഷോഭം നടത്തുമോ ആ വേദികളിലെല്ലാം സ്ഥിരം കേൾക്കാറുള്ള ഡയലോഗ് തന്നെയാണത്. എം വി ഗോവിന്ദൻ പക്ഷേ അതിന് തള്ളിപ്പറയുന്നുണ്ട്. പക്ഷേ ഹർഷകുമാറിന് അതിൽ തരിമ്പോലും കുറ്റബോധമില്ലെന്ന് മാത്രമല്ല, എന്താണ് നികഷ്ടജീവി എന്ന പദാവലിക്ക് അർഹയാണ് കേട്ടോ യസ്മിനി. അതിലേക്ക് എത്തിയില്ല എന്നേ ഉള്ളൂ. അത് വിളിക്കേണ്ടതായിരുന്നു എന്ന കുറ്റബോധം മാത്രമേ ഉള്ളൂ ശ്രീമാൻ ഹർഷകുമാറിന്. ഒരു ട്രേഡ് യൂണിയന്റെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് മഹാൻ. തീർച്ചയായിട്ടും നികൃഷ്ടജീവി എന്നൊക്കെ വിളിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. 52 വെട്ട് വെട്ടാറുണ്ട്. അപ്പോൾ അതൊന്നും പുത്തിരിയല്ല. അതിൻ്റെ കുഞ്ഞാടുകൾ അതൊക്കെ നടപ്പിലാക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടമുണ്ടാകുന്ന പുതിയ സംഭവവാസങ്ങളിൽ കേരളം ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോൾ അതിനകത്ത് ഞെട്ടേണ്ടതില്ല. അതിൻ്റെ മുൻ തലമുറ കാട്ടിക്കൊടുത്ത പാത നമ്മുടെ കുട്ടികൾ സ്വീകരിച്ചു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇന്ന് നടക്കുന്ന ഈ കൊലപാതക പരമ്പരകൾ, സാമൂഹ്യ വിരുദ്ധ നടപടികൾ, എങ്ങനെ നമ്മുടെ ചെറിയ കുട്ടികൾ അതിനകത്ത് ഇരകളാകുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ നേതാക്കൾ പൊതുവഴിയിൽ നിന്നുകൊണ്ട് പ്രകടിപ്പിക്കുന്നത്. സത്യത്തിൽ ഇത് അവരുടെ കൂടെ നിൽക്കുന്ന സ്ത്രീകളെയും കൂടെ അപമാനിക്കുകയാണ്. കുറച്ച് സ്ത്രീകളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ പ്രസംഗം നടത്തുന്നത്. എനിക്ക് ആ സ്ത്രീകളോട് സത്യത്തിൽ സഹതാപം തോന്നുന്നു. അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തവണ്ണം അവരും കുടുങ്ങിപ്പോയിരിക്കുകയാണ്. ഇവിടെ സാധാരണ കുറച്ച് നേരത്തെ വരേണ്ടത്, ഇപ്പോൾ ഇന്നിപ്പം നാളെ 20 ദിവസം പൂർത്തിയാവുകയാണ്. സാധാരണഗതിയിൽ ഈ പറയുന്ന ചാപ്പകൾ എന്താണ് കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു. സാധാരണ പറയാറ് RSS ജമാഅത്തെ ഇസ്ലാമി എന്നാണ്. ഇക്കുറി എന്തോ എം വി ഗോവിന്ദൻ മാഷ് RSSനെ പറയാൻ മറന്നു. എന്താണ് കാരണമെന്ന് അറിയില്ല. SDPI ജമാഅത്തെ ഇസ്ലാമി ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ശ്രീമതി യസ്മിനി? ഞങ്ങൾ നടത്തുന്നത് ഒരു ജനകീയ സമരമാണ്. ആശാവർക്കർമാർ നടത്തുന്നത് ഒരു കക്ഷി രാഷ്ട്രീയത്തിനതീതമായ ഒരു സമരമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. മുന്നിൽ വച്ചിരിക്കുന്ന ഡിമാൻഡുകൾ അത് ഒരു ദിവസം 232 രൂപയ്ക്ക് ഇനി മുതൽ കൂലിയില്ല പണി ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 62 വയസ്സിൽ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിച്ച് വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണമെന്നും പെൻഷൻ നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ആ പ്രക്ഷോഭ രംഗത്തേക്ക് എല്ലാ രാഷ്ട്രീയ വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരുമുണ്ട്. അവിടെ ജനകീയ സമരമുഖത്ത് ആർക്ക് വേണമെങ്കിലും ആ സമരത്തെ പിന്തുണയ്ക്കാം. പക്ഷേ നമ്മളിവിടെ കാണുന്നത് തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഈ പറയുന്ന ആളുകളുമായിട്ട് മുന്നണി ഉണ്ടാക്കുന്നതിന് ഒരു തടസ്സവുമില്ല. മറിച്ച് സമരമുഖത്ത് വരാൻ പാടില്ല. എന്തൊരു വിചിത്രമായ വാദമാണ്. ഇവരെങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തെ നിശ്ചയിക്കുന്നതെന്ന് പോലും